നല്ലതാണ് ഇവരുടെ ഉള്ളിൽ ഇത്ര എനർജി ഉള്ളതേ. അതിനിത്ര നല്ല കാര്യം എന്തുവാ? ഹേ സാക്കുറ, നീ ഇവിടെ ഗ്യോറ്റാറുള്ള സമയത്ത് നീ അവൻ്റെ മുമ്പിൽ നിന്നിട്ട് അവൻ്റെ ലീഡറാവെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും. അവൻ ഈ സ്കൂളിൽ തന്നെ അവൻ ആകെ പറഞ്ഞാൽ കേൾക്കുന്ന അവൻ്റെ ലീഡറായിട്ടുള്ള മിയാസായുടെ അവനെ തോപ്പിച്ച് നീ അവൻ്റെ ലീഡറാവെന്നൊക്കെ പറഞ്ഞാൽ അവൻ വെറുതെ ഇരിക്കുമോ? മിഡിൽ സ്കൂൾ തൊട്ടേ അവന് ഫ്ലോറിൽ നല്ലൊരു പേരുള്ളതാണ്. ഇപ്പം അതിന് ശേഷം അവനിവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോഴോ നല്ലൊരു ടോപ്പ് സ്ഥാനവും അവനുണ്ട്. അവൻ്റെ മുമ്പിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവൻ എങ്ങനെ അടങ്ങിയിരിക്കുന്നേ? എടാ നീ ഇവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അവനിപ്പോൾ ഒന്ന് പിടിച്ച് മാറ്റാ. എന്താ നിനക്ക് ഏതാ? അങ്ങനെ നമ്മുടെ ഗോറ്റാരോട് ഒരു അറ്റാക്കിൽ നമ്മുടെ സാക്കുറ രക്ഷപ്പെടാൻ വേണ്ടി ഡോഡ്ജ് ചെയ്യാൻ നോക്കിയത് പെട്ടെന്ന് അവൻ്റെ കാലൊന്ന് സ്ലിപ്പായി പോകും. എല്ലാവരും വിചാരിച്ചു ഹീസ് ഡൺ ഫോർ ഇറ്റ്. ബ്രോ അവന് നല്ല റിഫ്ലെക്സ് ഉണ്ട്. അവൻ ജസ്റ്റ് ഒന്ന് കുനിഞ്ഞിട്ട് ഒറ്റയടി നമ്മുടെ ഗോറ്റാരോടെ തലയ്ക്ക് നോക്കി ചോര എറിച്ച് വായിന്ന്. അങ്ങനെ ഫസ്റ്റ് ഹിറ്റ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഗോച്ചാറോ ഈടി നിൽക്കുകയാണ് ഗൈസ്. ക്ലാസ് റൂം ഫുള്ള് ഞെട്ടിയിരിക്കും നമ്മുടെ ഗോച്ചാറോട് നമ്മുടെ സാക്കുറ അടിച്ച് കണ്ടിട്ട്. അപ്പോൾ ചെമ്മരി എല്ലാവർക്കും എൻ്റെ പുതിയ റിലീസാണ് ഗൈസ്. അപ്പം ഇന്ന് ഞാൻ എക്സ്പ്ലനേഷൻ ചെയ്യാൻ പോകുന്നത് വിൻഡ് ബ്രേക്കർ എപ്പിസോഡ് 3. അങ്ങനെ വിൻഡ് എപ്പിസോഡ് 3 ആയിരുന്നു എൻ്റെ വീഡിയോയിൽ. ഇതുവരെ ഇട്ടതിൽ എല്ലാം കൂടി കൂട്ടിയ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ ഹിറ്റായത്, ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടി, ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടി, ഏറ്റവും കൂടുതൽ വാച്ച് അവർ കിട്ടിയ വീഡിയോ. എന്നിട്ട് അവർ ഇതിന് തന്നെ കോപ്പറേറ്റ് ആണ്. എത്ര ഞാൻ പറയുന്നില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. നല്ല വിഷമമുണ്ടായിരുന്നു. അതും ഇവർ ഈ കോപ്പറേറ്റ് അന്ന് ഇന്നലെ എൻ്റെ ബർത്ത്ഡേയുടെ അന്നൊരു കോപ്പറേറ്റ് അന്ന്. എൻ്റെ ഫീലിങ്സ് ബ്രോ, ഇറ്റ്സ് ഹേർട്ട് സോ ബാഡ്. ആൻഡ് ഒരു ചെറിയൊരു കോപ്പിറൈറ്റോ ഇല്ലെങ്കിൽ സ്ട്രൈക്കൊക്കെ തന്നാന്ന് നമ്മൾ പുറകോട്ടേക്കില്ല. നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യും. അങ്ങനെ കോപ്പിറൈറ്റ് കിട്ടാത്തിടം വരെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ചില യൂട്യൂബറൊക്കെ പറയുന്ന പോലെ ഈ എപ്പിസോഡിന് കോപ്പിറൈറ്റ് കിട്ടി, അതുകൊണ്ട് ഇനി ഫുൾ സീസൺ കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് അപ്ലോഡ് ചെയ്യാമെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് പറയത്തില്ല. എനിക്ക് എന്നാണ് കോപ്പിറൈറ്റ് കിട്ടിയത് അന്ന് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അറിയാം അപ്ലോഡ് ചെയ്യും. ആൻഡ് ഈ തവണ കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. സോ ഇറ്റ്സ് മീ എക്സ്പ്ലെയിനർ മിസ്റ്റർ അനേ മല്ലു. Here it go. Episode 3. അങ്ങനെ നമ്മുടെ പിള്ളേർ രണ്ടുപേരും ഇവിടെ റൗണ്ട് 2 വേണ്ടി ഇങ്ങനെ റെഡി ആയി നിൽക്കുമായിരിക്കും. അങ്ങനെ രണ്ടുപേരും കൊണ്ട് ചീഞ്ഞിപ്പാൻ അടിക്കാന്നോട് ചെന്നു. പെട്ടെന്ന് അവിടുത്തെ മൈക്കിൽ ആരോട് നടന്നു, ഹലോ ഗായ്സ് വെൽക്കം ടു ദ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ആരോ ഇവിടെ കിടന്ന് അല്ലറുന്നു. എല്ലാവരും ചെവിയൊക്കെ അടിച്ചു പോയി. നമ്മുടെ സാക്കുറയുടെ ഒക്കെ മോൻ കണ്ടു. സൈഡിൽ കൂടെ വേറെ ആരും അമ്മയ്ക്ക് കിടന്ന് പറയുന്നു, എടാ മണ്ട നീ പതിയെ പറയടാ, സാധാ രീതിയിൽ പറയുന്ന പോലെ പറയടാ, ഓൾറെഡി അപ്പുറത്തെ വീട്ടിലെ കുറേ ആൾക്കാർ നിൻ്റെ മൈക്കിൽ ഭയങ്കര ശബ്ദമെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മളെ സാക്കുറ ആരടി നമ്മുടെ അടിയാടെ ചുമ്മാ കിടന്ന് ഓരോ അലമ്പുണ്ടാക്കാൻ വേണ്ടി. അന്നും കുഴപ്പമില്ല കൊറ്റാറോ, വാ നീ വാ, അമ്മക്ക് നമ്മുടെ അടി തുടങ്ങാം, വാടാ നീ വാ. പെട്ടെന്ന് ഈ സൗണ്ടിൽ കാര്യം ക്ലിക്കായേ. ആ ക്ലാസ്സിലെ എല്ലാവരും ആ മൈക്കിൽ പറഞ്ഞ ആൾ പറയുന്നത് കേട്ടാൽ ശ്രദ്ധിച്ച് നിൽക്കുക. എന്തിനും നമ്മുടെ നീഹരി പോലും കരഞ്ഞുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇല്ലെങ്കിൽ അവൻ ഇടയ്ക്ക് വളവളവള എന്തിനും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ. അങ്ങനെ നമ്മളെ കാണിക്കുവാണ് ഗൈസ് ഫ്യൂറിലെ ടോപ്പ്. യെസ് ദ ഉമ്മിയ കൊച്ചാരം അടിക്കും. ദ ഉമ്മിയ സാ. യെസ് ഇങ്ങനെ വിളിക്കണം, ഉമ്മിയ സാ എന്ന് പറയണം, ഇല്ലെങ്കിൽ നമ്മുടെ കൊച്ചാരം ഇവിടുന്ന് വൈലൻ്റ് ആവും. അങ്ങനെ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഫ്യൂറിലെ സ്ട്രോങ്ങസ്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് ഇവൻ്റെ കൂടെ ഫൈറ്റ് വിൽക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാക്കുറയെ കണ്ടോ ബ്രോ. അപ്പോൾ എല്ലാവരെയും ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമായിരിക്കും. നമ്മുടെ മുമ്മേസ പറയുന്നത് ഇനി എന്തായിരിക്കും പറയാൻ പോകുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ സാക്കുറ. പക്ഷെ പെട്ടെന്ന് വിളിക്കാൻ പറയാം. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി. നിങ്ങൾ നിങ്ങളുടെ യൂത്ത് എൻജോയ് ചെയ്യുക. യെസ് ഗൈസ്, ഈ സ്കൂളിൽ നിങ്ങൾ നിങ്ങളുടെ യൂത്തെല്ലാം അടിച്ച് പൊളിച്ച് നിങ്ങൾ എൻജോയ് ചെയ്യുക. ഇതിനെല്ലാം നമ്മുടെ യുവതാരമാണെങ്കിൽ നല്ല തലയാട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് തലയാട്ടി കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളെന്തായാലും ഹൈസ്കൂളൊക്കെ ആയില്ലേ, ഇനി ഇത്ര കാലമല്ലേ ഉള്ളൂ നിങ്ങളുടെ യൂത്തിനെല്ലാം. സോ നിങ്ങൾ യൂത്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രിക്കൊക്കെ പറയാം. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മലയൊക്കെ കയറാൻ പോകണം, പിന്നെ ബീച്ചിലൊക്കെ പോകണം. അതൊക്കെ നല്ല മെമ്മറീസാണ് യൂത്ത് പോകാൻ. എന്നാൽ പിന്നെ നമുക്ക് കഴിച്ചില്ല യൂത്ത് അടുത്ത സമ്മർ വെക്കേഷൻ നമുക്ക് ബീച്ചിൽ പോകാൻ എല്ലാവർക്കും കൂടെ ചേർക്കണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നീരി നമ്മുടെ ഉമ്മീസായി ചെറുതായിട്ട് എന്തൊക്കെ കളിയാക്കും, യു ഷേവ്ഡ് ഐസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ ഗോച്ചാരനെ പിടിച്ചിട്ട്, എന്താടാ നീ പറഞ്ഞേ, അതിന് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ നേരിയാണ് ഓടിച്ച് നമ്മുടെ സാക്കുരയുടെ കാലിൻ്റെ ഇടയിൽ പേയ്ക്കും. എന്നിട്ട് പറയും, എടാ രക്ഷിക്കണേ അവൻ എന്നെ ഇപ്പം പിടിച്ച് തല്ലു വന്നത്.
പിന്നെ ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇന്ന് ചേരത്തില്ലെന്നൊക്കെ എനിക്കറിയാം. ബട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മിണ്ടാനും ഒരു സ്ഥലം എടുക്കാനൊന്നും വയ്യെങ്കിൽ നിങ്ങൾ ഫൈറ്റ് ചെയ്യാതെ മാറി നിന്നാൽ മതി. മനസ്സിലായോ? ആരും അങ്ങോട്ടോട്ട് അടിയിടാൻ പോകില്ല. ഫോറിൻ്റെ അകത്ത് ഒരു ഫൈറ്റോ ബഹളമോ ഉണ്ടാകാൻ പാടില്ല. ഇത് കേട്ട പാടെ നമ്മുടെ ഗോചാരാണെങ്കിൽ പെട്ടെന്ന് മൂക്കിൽ ചോര ഉടയുന്നു. അപ്പം നമ്മുടെ സാധനം പറയുന്നു, ഏയ് എടാ ഞങ്ങൾ കണ്ടായിരുന്നു നീ ഫൈറ്റ് ചെയ്തത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടെ പറയില്ലേ ശരിയാകത്തില്ല. പ്രൊട്ടക്ട് ദ ടൗൺ, അതാണ് നിങ്ങളുടെ എല്ലാവരുടെയും മെയിൻ ഗോൾ. അതിനു വേണ്ടിയാണ് നമ്മുടെ ഫ്യൂറിൻ സ്കൂൾ നടക്കുന്നത് തന്നെ. സോ ഇതെല്ലാവരുടെയും മനസ്സിൽ കാണണം. ജസ്റ്റ് അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ സാക്കറ ഓടി ഞെട്ടിപ്പോയി കാണുന്നത് ഹോൾ ക്ലാസ്, ഹോൾ സ്കൂൾ തന്നെ ഹൈപ്ഡും മോട്ടിവേറ്റഡുമായി. അത്രയും പറഞ്ഞിട്ട് തന്നെ മൈക്കിൽ അപ്പം ശരി ഞാൻ എന്താ ലീവാണ്, ഓക്കെ ബൈ ബൈ ടാറ്റാ എന്ന് പറഞ്ഞ് വെച്ചിട്ട് പോകും. അപ്പം എങ്ങനെയാ മൈക്കിൽ കൂടെ പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കേട്ടല്ലോ അല്ലേ? അപ്പം രണ്ടുപേരുടെ നല്ല കുട്ടികളായിട്ട് അന്നിട്ടും ഷെക്കൻഡ് എടുക്കാൻ പോവല്ലേ അല്ലേ? അതിന് നമ്മുടെ സാക്കറ പറയുകയാണെങ്കിൽ ഞാനെല്ലാം അടി തുടങ്ങി, ഇവനെല്ലാം അടി വെക്കാൻ തുടങ്ങിയാണ്. ഞാനെന്ത് ചെയ്തു? നീ എല്ലാം പറഞ്ഞത് നീ ടോപ്പ് സ്പോട്ട് എടുക്കും, നീ എല്ലാം എടുക്കും, ഫസ്റ്റ് ആവും, അങ്ങനെ എങ്ങനെയാണ്? നിനക്ക് ആരുടെയും സഹായവും ആരുടെയും റെസ്പെക്റ്റ് ഇല്ലെങ്കിൽ നീ എങ്ങനെ ടോപ്പ് സ്പോട്ട് കയറും? പിന്നെ കേട്ടാലോ, ഞാനിത് മിനിസായിട്ട് പറഞ്ഞ എന്തോ നടക്കാൻ പോകുന്നത് നിനക്കറിയാമല്ലോ. നീ പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം അനുസരിച്ചില്ലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ എന്നോട് എന്തോ തോന്നുന്നതൊക്കെ നിനക്കറിയാമല്ലോ അല്ലേ? അങ്ങനെ നമ്മുടെ ഗോച്ചാരം ആദ്യം തന്നെ ഷേക്കൻ്റെ അമ്മയുടെ കൈ നീട്ടും, നമ്മുടെ സാക്കുറയും കൈ കൊടുക്കും. അങ്ങനെ രണ്ടുപേരുടെ കൈ കൊടുത്ത് ഏകദേശം ഫ്രണ്ട്സായി കഴിയും. ഫ്രണ്ട്സായിട്ടും രണ്ടുപേരുടെയും മോൻ കാണുന്നവരെ ഏകദേശം മരി പട്ടി അടിച്ച പോലെ മോന്തായിരുന്നു രണ്ടുപേരുടെയും. ഇങ്ങനെ വീർത്ത് മുട്ടിയൊക്കെ ഇരിക്കുമായിരുന്നു. രണ്ടുപേരും ഫൈറ്റ് അവിടെ കൊണ്ടും കഴിയില്ല. രണ്ടുപേരും കൈ നെക്കി നമുക്ക് ഈട്ടിച്ച് ഓടിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഷെയ്ക്കാൻ കൊടുക്കുന്നത് തന്നെ കഷ്ടം. ഇതുകൊണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാക്കുര എല്ലാവരും എടുത്തിട്ട് എടാ നീ സീനാണല്ലോ, നീ ഗോൾസാറുടെ ഏത്തും നീ ചോരയൊക്കെ തെറിപ്പിച്ചോ, അളിയാ നീ പൊളി, നീ ആ കിക്ക് എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചേ. ഇതെല്ലാം കണ്ട് സാക്കുരാണ് അല്ലെങ്കിൽ അവനോട് ഇവിടെയുള്ള ആൾക്കാരിൽ എന്തുമാത്രം കൈൻഡാ, എത്ര നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ സാക്കുര അവൻ്റെ കൂട്ടുകാരോടെ കളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. പുറയിലൊരു തേർഡ് ഇയർ വന്നിട്ട് ഡേ എല്ലാവരും നിർത്ത്, മതി മതി മതി, എല്ലാവരും പുറത്തേക്ക് ഇറങ്ങും, റൗണ്ടിന് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കാൻ തുടങ്ങും. അതിനും നമ്മുടെ സാക്കുറ നീ ഏതാടാ, ഇപ്പോഴല്ലാടാ സ്കൂളിൽ എല്ലാവരും വന്ന്, അതിന് മുമ്പ് എവിടെ പോവുക? പിന്നെ നമ്മളെ കാണിക്കുന്ന ഒരു 30 മിനിറ്റിന് ശേഷം ഇവരെല്ലാം കൂടെ പെയിൻ്റ് അടിക്കുന്നൊക്കെ സമയം നമ്മുടെ സാക്കുറിനെ ഫുൾ ബോധം പോയിരിക്കുക. നമ്മുടെ സാധനം ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ പെയിൻറ്റ് എടുത്തുകൊണ്ട് വരും നല്ല വൃത്തിക്ക് അടിക്കാൻ. ഇപ്പുറത്താണ് സാധനം നേരോട് പറയുമോ നീ നല്ലോണം പെയിൻ്റ് അടിക്കുന്നുണ്ടല്ലോടാ. പക്ഷേ ഇപ്പുറത്ത് നമ്മുടെ സാക്കുറ ഇവിടെ എന്താ നടക്കുന്നത്, എന്തിയെ പറ്റിയേ, ഞാനെന്തിനീ പെയിൻ്റ് അടിക്കുന്നത്? കേസിന് നമ്മൾ 30 മിനിറ്റിന് മുമ്പത്തുള്ള കാര്യങ്ങൾ കാണിക്കും. ഇവരെല്ലാം ഇവരുടെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം പെട്ടെന്ന് ആ തേർഡ് ഇയർ കിടന്ന് ദേഷ്യപ്പെടാൻ തുടങ്ങും. നീയൊക്കെ എന്തോ പതി അടങ്ങുന്നത് ചലിക്കുക, പെട്ടെന്ന് വാട കാണാം, നീ ഒന്ന് പെട്ടെന്ന് വന്നില്ലെങ്കിൽ അമ്മരക്ക് പിടിച്ച് എന്നെ പിടിച്ചടിക്കാൻ തുടങ്ങും. അതിനുശേഷം കേസ് ഒരാൾ ഇതേപോലെ മൊബൈലിനകത്ത് സമയം നോക്കുന്നുണ്ടാവും, 7 മിനിറ്റ് 48 സെക്കൻഡ്സ് എന്നിട്ട് പറയുന്നുണ്ട് ഇവരെക്കാട്ടിയും ബെറ്റർ കിണ്ടർഗാർട്ടനിലെ പിള്ളേർ അവർ ഇതിലും വേഗത്തിലാണ്. ഈ സമയം നോക്കുന്ന ആളുടെ പേരാണ് ഹിരാഗി, ഫ്ലോറിലെ ടോപ്പേഴ്സിലെ ഒരാൾ. ഹിരാഗിയെ കണ്ടപ്പോഴേ നമ്മുടെ സാക്കുറ വരുന്നുണ്ടോ, ഇത് മറ്റേ കഴിഞ്ഞ ദിവസം കണ്ട അയാളല്ലേ. അപ്പോൾ അവിടെ നേരിയും ചോദിക്കും, നിനക്ക് ഇദ്ദേഹത്തെ അറിയാവോ? സാക്കുറ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് ഹിരാഗി ഇങ്ങനെ ഓടി വന്ന് അവൻ്റെ വാവൂത്ത് പിടിച്ച് അവനെ വലിച്ചെടുത്തോണ്ട് ഓടും. എന്നിട്ട് അവനെ എടുത്ത് നിലത്തേക്ക് എടുത്ത് ഒറ്റ അടിയ. അതിന് സാക്കുറ ഇതെനിക്ക് വേദന എടുത്തിടാന്ന് കിടന്ന് അലറാൻ തുടങ്ങുമ്പോൾ ഹിരാഗി അതിൽ ഒച്ചത്തിൽ കിടന്ന് അലറാൻ തുടങ്ങും. ഇന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇന്നലെ ആ ഫൈറ്റിനിടെ നടന്ന കാര്യം ഒന്നും പുറത്താരോടും പറയില്ലെന്ന്. ടാച്ചിമാനിക്ക് വല്ലതും പറ്റിയ കാര്യം ഇവിടെ ആരെങ്കിലും അറിഞ്ഞാണല്ലോ, അതൂമ്മിയാട് ചെവിയിലെത്തിയാണ്ടല്ലോ, പിന്നെ ചത്തെന്ന് വിചാരിച്ചാൽ മതി, നീ ചത്തെന്ന്. വേണ്ടവനെ എന്നോട് ഞാൻ വീണ്ടും പറയുക, കഴിഞ്ഞ ദിവസം നടന്ന ഫൈറ്റിൻ്റെ കാര്യം നീ ആരോടും പറയില്ലേ. എന്നോട് ഇത്ര അലച്ചുകൊണ്ട് എൻ്റെ വയറ് നല്ലോണം വേദനയെടുക്കുന്നു എന്ന് പറയാട് പോക്കറ്റിൽ നിന്തോന്ന് എടുക്കാൻ തുടങ്ങുമായിരിക്കും. ഗ്യാസിൻ്റെ മരുന്നാന്ന് തോന്നുന്നു. ഒരു മരുന്ന് കൊടുത്തെടുത്തിട്ട് പറയും ഇത് കറക്റ്റ് സമയത്ത് കഴിച്ചില്ലെങ്കിൽ ഇയാൾ ചോര തുപ്പുമെന്ന് പറയും. ഞങ്ങളെ അടുത്ത വായിലിട്ട് കഴിക്കും. അതിനെ ശരിയാക്കി ഒരു കാര്യം ഇവിടെ പറയും, നീ ഇവിടെ എന്തിനാ വന്നതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ നീൻ്റെ ലീഡറാണ് അദ്ദേഹം ഭയങ്കര അപകടം പിടിച്ചത്. അതെന്തോ സാക്കുറ ഇവിടെ അങ്ങനെ പറഞ്ഞെന്നുള്ള കാര്യം നമുക്കിപ്പോൾ പിടി കിട്ടുന്നില്ല, നമുക്ക് പിന്നെ തപ്പാം. സാക്കുറ നിങ്ങൾ രണ്ടുപേരും എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്നേ? പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഇരാക്കിയോട് നമ്മുടെ സാക്കുറ പറയും ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ വരും ചോര തുപ്പിയെന്നും
ഒരു ഗ്യാസിന് മരുന്നൊക്കെ കണ്ടെടുത്ത് കഴിച്ചെന്നുള്ള കാര്യമൊക്കെ സാക്കുറ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നീതി എല്ലാം ബുക്കിലേക്ക് എഴുതി തന്നു. അത് ചോദിച്ച സാക്കുറ എവിടെയാണെങ്കിൽ നേരി എടാ ഫ്യൂറിലെ ടോപ്പേഴ്സിലെ ഒരാളാട്ടാ ഹിരാഗി, അവനെക്കുറിച്ചൊന്നും എഴുതി വെച്ചില്ലേ മോശമല്ലേ എൻ്റെ ടോപ്പ് സീക്രട്ട് ബുക്കിനകത്ത്. ഓക്കെ, ഇനി ഇതിൻ്റെ രീതിയെല്ലാം പറഞ്ഞുതരാം. ഈ മിസ്സായുടെ താഴെ വർക്ക് ചെയ്യുന്ന 4 പേരുണ്ട്. ഈ 4 പേർക്കും 3 ക്ലാസ് വീതം കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, അങ്ങനെ 4 പേർക്കും 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തെ ഒരാളാണ് നമ്മുടെ ഹിരാഗി. ഇനിയും 3 പേരും കൂടെ നമ്മളെ കാണിക്കാനുണ്ട്, അതുകൊണ്ട് അവരെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ സാക്കർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അപ്പം നമ്മൾ ഫസ്റ്റ് ഇയർ ആയതുകൊണ്ടാണോ നമ്മൾ ഹിരാഗിയുടെ ടീമിനടി? അപ്പം നേരി പറയാം അങ്ങനെയൊന്നുമില്ല. ഫോറിൻ ശരിക്കും 4 ടീമായിട്ടാണ് തിരിച്ചേക്കുന്നത്. അപ്പം 4 എണ്ണത്തിലെ ഒരു ടീമിനടിയിലാണ് നമ്മൾ. ടോമൻ ടീം, ജിക്കോക്കു ടീം, സോജോ ടീം, പിന്നെ കോമോക്കു ടീം, അങ്ങനെ ആ ടീമുകളിലെ ഒരു ടീമിലേക്ക് ഒരു സെലക്റ്റായി വന്ന് ഹിരാഗിയുടെ ടീമിലേക്ക് നിൽക്കും. അതിനുശേഷം നമ്മൾ ഹിരാഗി പറയാൻ തുടങ്ങും. സോ ഒരു ടീമിൽ 3 പേര് വെച്ചും പിന്നെ 4ാമത്തെ ഒരു തേർഡ് ഇയർ ലീഡറിനെയും വെച്ച് പോകണം, നിങ്ങളെല്ലാം അവരുടെ ലീഡർ പറഞ്ഞ് കേൾക്കണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഓരോ ടീമായിട്ട് തിരിഞ്ഞ് അവരുടെ സിറ്റിയുടെ റൗണ്ട്സിന് പോകും. ടീം തിരിച്ച് പോയിട്ടും നമ്മുടെ അടിക്കാരി 2 പേരും ഒരു ടീമിലാണ്. ഇതിൻ്റെ കാര്യത്തിൽ നമ്മുടെ സാക്കുറയുടെ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാനത് എൻ്റെ കൂടെ എന്നൊക്കെ ചോദിച്ചു. അതിന് നമ്മുടെ ഹിരാഗി പറയുന്നത്, നിങ്ങളെ ഇടയിൽ രാവിലെ ഫൈറ്റ് ചെയ്യാണ്ട് തന്നെ നിങ്ങളുടെ മുകളിൽ പ്രത്യേക കണ്ണ് വേണമെന്നാണ് മിസ്സ എന്നോട് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ രാവിലത്തെ ഫൈറ്റ് അത്യാവശ്യം സ്കൂൾ ഫുള്ള് അറിയാം. ഇതിന് നമ്മുടെ സാക്കർ പറഞ്ഞത്, അതിന് ഞാനല്ല ഫൈറ്റ് തുടങ്ങി, ഇവനല്ലേ ഫൈറ്റ് തുടങ്ങി. അപ്പം വന്ന പാടെ ഒരു കസാര ബെഞ്ച് കൊടുത്ത് എൻ്റെ അകത്തേക്ക് എടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യണ്ടേ? അങ്ങനെ റോഡ് ഇടയ്ക്ക് വെച്ച് ഇവർ വീണ്ടും അടി ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പം നമ്മുടെ ഹിരാഗി വീണ്ടും അതിൻ്റെ ഇടയ്ക്കെല്ലാം കയറിയിരുന്നു. ഇത് കണ്ട് നമ്മുടെ നിയരിയും സാനവും ഇല്ലേ, അവരെ 2 ഇങ്ങോട്ട് ചിരിച്ചു പോയിരിക്കുക. സാനോ എൻ്റെ അടിച്ച് കളിയാക്കാൻ തുടങ്ങും. ഹിരാഗി മറ്റേ കൊച്ച് കിൻഡർ ഗാർഡനിലെ പിള്ളേരടിയിടുമ്പം അവരെ ഈ ഒതുക്കാൻ പിടിച്ച ടീച്ചർമാർ എടുത്തില്ല, പിടിച്ച് മാറ്റാൻ പറ്റി. അതേപോലെ അതിനുശേഷം അവർ ടൗൺ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സാക്കുറ വയ്ക്കും. സോ നമ്മൾ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ ടൗണിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം നമ്മൾ ഇടിച്ച് തെറിപ്പിച്ച് മാറ്റേണ്ടേ, അങ്ങനെയല്ലേ ടൗൺ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതിന് ഹിരാഗി പറഞ്ഞത്, നിനക്ക് എപ്പോഴെങ്കിലും ഫൈറ്റിങ്ങേ അറിയത്തുള്ളൂ. എടാ ഈ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ടൗണിൽ ഇങ്ങനെ യൂണിഫോം ഇട്ട് ചുറ്റുമ്പോൾ വേറെ കൊച്ചു കൊച്ചു ഗ്യാങ്ങുകൾ ആരും നമ്മുടെ ടൗണിൽ കയറി വെള്ളം വെക്കാൻ വരത്തില്ല, മനസ്സിലായോ? അപ്പോൾ അതൊരു ടൗണിനെ പ്രൊട്ടക്റ്റിങ് ആവും. പിന്നെ വേറെ ഭാഷ പറയുകയാണെങ്കിൽ നമ്മുടെ ഹെൽപ്പ് വേണ്ട ആൾക്കാരെ എല്ലാം പോയി നമ്മൾ ഹെൽപ്പ് ചെയ്യണം. അതും കൂടെയാണ് ഈ ടൗൺ പ്രൊട്ടക്റ്റിങ് വെച്ച് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ 30 മിനിറ്റ്സ് ആഫ്റ്റർ കാണിച്ചു തരും. ആ പെയിൻറ്റിങ്ങിന് വെച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഇത്രയാണ് ഈ 30 മിനിറ്റ്സിന് മുമ്പേ നടന്ന കാര്യങ്ങൾ. അങ്ങനെ അവരൊരു ടൗണിൽ ഒരാളെ സഹായിക്കാൻ വേണ്ടി പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമ്മുടെ സാക്കുറയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്നാ കുന്തോടെ നമ്മളിവിടെ ഇന്ന് കാണിക്കുന്നതെന്നൊക്കെ പറയാൻ അങ്ങോട്ട് ദേഷ്യപ്പെടുന്നുണ്ടാവും. സാക്കുറ മാത്രമല്ല കേട്ടോ, സാനോ, നിഗരി, പിന്നെ ഹിരാഗി, പിന്നെ എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരുടെ ഹിരാഗി പറയും, ബോസ് ഈ സൈഡെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ അവിടുത്തെ പണിയെല്ലാം ചേർത്തപ്പോൾ കടക്കാരനാണ് അവർക്ക് കുറച്ച് ഈ മീനിൻ്റെ എന്തോ ബിസ്ക്കറ്റും എന്തോ സംഭവമൊക്കെ കൊടുത്തു വിടും അവർക്ക് കഴിക്കാൻ. എൻ്റെ താങ്ക്സ് ഒക്കെ പറഞ്ഞാൽ അവരെ പറഞ്ഞു, സാക്കുറ നിനക്ക് ഈ ഫൈറ്റൊന്നും ഇല്ലാതെ ഫണ്ടില്ലെന്നുള്ളത് എനിക്കറിയാം, ബാഡ്. ഈ വക കാര്യത്തിലൊക്കെ നമ്മൾ ചെറുതായിട്ടുള്ള ഫണ്ടൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങിയാൽ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും. കാരണം ഞാനും പണ്ട് നിൻ്റെ കൂട്ടായതാണ്. അങ്ങനെ ചേട്ടൻ നടന്ന് വേറൊരു ഡോഗിൻ്റെ ഒരു പടം കാണും. ആ ഡോഗിൻ്റെ പടം കണ്ട് നമ്മുടെ സാക്കർ പറയും, ഇത് അഗ്ലി ഡോഗാടാ. നമ്മുടെ നിഹേരി, എടാ കരുതേ മിണ്ടാറ, എൻ്റെ ശബ്ദം കുറയ്ക്കടാ, ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ സാക്കർ ഇപ്പോൾ ഈ അഗ്ലി ഡോഗ് എന്ന് വിളിച്ച ഈ സിമ്പലാണ് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞ ഗ്യാങ്ങിൻ്റെ സിമ്പൽ. അവരെന്ന് പറയുന്നത് ഈ പവർ മാത്രമേ അവർക്ക് ഉള്ളൂ. പവറുള്ള ആൾക്കാർ അവരുടെ ഗ്യാങ് കയറും, വീക്കായിട്ടുള്ളവരെ അടിച്ച് ശരിയാക്കും. അങ്ങനത്തെ ഒരു ഗ്യാങ്ങാണ് അവരുടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ ഡിസ്ട്രോയിൻ്റെയും ഫ്യൂറിൻ്റെയും ഡിസ്ട്രോയിൻ്റെയും ഈ ബോർഡറിലാണ് അവർ നിൽക്കുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ സാക്കുറും എല്ലാം പറഞ്ഞത്. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ഫ്യൂറിൽ ഒരു മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറുക്കൻ ഇതേപോലെ ഓടി വീഴുന്നു അപ്പുറത്തെ നമ്മുടെ ഡിസ്ട്രോയിൻ്റെ ബോർഡറിൻ്റെ അവിടെ നിന്ന്. അപ്പം നമ്മുടെ ഇറങ്ങാൻ അവൻ എങ്ങനെ അപ്പുറത്ത് പോയെന്നുള്ള കാര്യം മനസ്സിലാകത്ത്. ഇതാണ്ട് നമ്മുടെ ഹിരാഗി പോലും ഞെട്ടിപ്പോവും, ഇവിടെ എങ്ങനെ എൻ്റെ അപ്പുറത്ത് പോയെന്നൊക്കെ പറഞ്ഞിട്ട്. പെട്ടെന്ന് ആ ചെറുക്കനോട്ട് ഓടി വരാൻ നോക്കുമായിരിക്കും, പെട്ടെന്ന് നടക്കത്തില്ല. കാരണം അവൻ്റെ പുറകിൽ 1-2 ഡിസ്ട്രോയിൻ്റെ പിള്ളേരും കാണും. അവരാണ് ഇവനെക്കാട്ടി നല്ല സ്പീഡ് ഇപ്പം പിടിക്കാന്ന് പറയുക. പെട്ടെന്ന് ഈ കൊച്ചിറക്കാനാണ് അടിച്ച് തന്നെ താഴെ വീരും വെച്ച്. ഇനിയിപ്പോൾ അവൻ എങ്ങനെ ഇപ്പുറത്തെത്തിയാലല്ലേ നമ്മുടെ ഹിരാഗിക്കും എല്ലാം എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഹിരാഗിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളൂ. നമ്മുടെ സാക്കുറയ്ക്കും ടോച്ചാരയ്ക്കും അങ്ങനെയൊന്നുമില്ല, അവിടെ ഇറങ്ങി കൊടുത്തു പറഞ്ഞു, അത്രയേ ഉള്ളൂ.
അവിടെ സാക്കോർ അമ്മനെ കേട്ടോ ഇതറോ നീയൊക്കെ വെറുതെ റെഡിയായി കിട്ടിയല്ലേ നീ ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കൂ ഇക്കരയ്ക്കാന്ന് നോക്കിക്കോളാം അപ്പം രണ്ടുപേരല്ലേ ഉള്ളൂ ഒക്കെ നിസ്സാരേ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം നമ്മുടെ ഒച്ചറ മൈൻഡ് പോലും ചെയ്തില്ല അപ്പോൾ അവൻ്റെ കൂടെ വന്ന രണ്ടുപേരാണെങ്കിൽ ആ നിലത്തോടൊക്കെ അങ്ങനെ കളിയാക്കുമായിരിക്കും അപ്പോൾ ഇത് കണ്ടുകൊണ്ട് അന്നോട്ട് ഒരാളും കൂടെ കയറി വരും ആൾ വരുന്ന കാണുമ്പോൾ മറ്റേ രണ്ടുപേരും പെട്ടെന്ന് തല പിടിക്കും ഇവന് ഈ സമയത്ത് തന്നെ ഇവൻ്റെ തല കാണിക്കണമായിരുന്നു കർത്താവേന്ന് പറഞ്ഞിട്ട് അവിടെ ഇരായി വരുന്നുണ്ടാവും ആൻഡ് ഇവനാണ് ഡിസ്ട്രോയിൻ്റെ ഈ ടോപ്പ് ലീഡേഴ്സിലുള്ള ഒരാൾ അതിലെ സെക്കൻഡാണ് ഇവൻ്റെ പേരെന്തുവാ 2 ഗെയിം ജോ എന്നാണ് ഇവൻ്റെ പേര് നമുക്ക് ജോ എന്ന് വിളിക്കാം അപ്പം ഈ ജോ എന്നാണ് ഇതെന്താ ഫ്യൂറിലെ ആൾക്കാർക്ക് ഇവിടെ കാര്യം എന്ന് പറഞ്ഞിട്ടാ നോക്കണം ആ ജോ ഇടാണ്ട് ഇവരെന്താ താഴെ കിടക്കുന്നത് ഇവനെ ആരടിച്ചേ പെട്ടെന്ന് ഇരാക്കിയാണ്ട് ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ ചേസ് ചെയ്യുമായിരുന്നു അതാ പെട്ടെന്ന് ഞങ്ങൾ അടിക്കേണ്ട പറഞ്ഞു ഓ അപ്പം ഇവനെ ഇങ്ങനെ ആക്കിയേ നിങ്ങളുടെ അല്ലേ പെട്ടെന്ന് ആ വീണവനാണ് എണ്ണിച്ചിട്ട് പറയാൻ തുടങ്ങും നീയൊക്കെ ഏറാ നീയൊക്കെ ആരോടാ കളിക്കുന്നവല്ല അറിയോടാ പെട്ടെന്നൊന്ന് ഞങ്ങളുടെ ഏരിയ വന്ന് നിനക്ക് കളിക്കേണ്ട ആവശ്യം തടാറുന്ന് ബഹളം വെക്കാൻ തുടങ്ങും പെട്ടെന്ന് ആ ജോയാണെങ്കിൽ ഒരു കുപ്പി എടുത്താണ് തലക്കി നോക്കി ഉണ്ടാകാൻ കൊടുക്കും ഇട്ട് തുടങ്ങും നീ ആരാടാ സംസാരിക്കാൻ ഞങ്ങളുടെ ഗ്യാങ്ങിനെ കുറിച്ച് ഞങ്ങളുടെ ഗ്യാങ്ങിൽ വീക്കായിട്ടുള്ളവരില്ല സ്ട്രോങ് ആയിട്ടുള്ളവരേ ഉള്ളൂ അതുകൊണ്ട് നീ എന്നിട്ട് ഗ്യാങ്ങിൻ്റെ പുറത്താണ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗ്യാങ്ങിൻ്റെ ഷർട്ട് അങ്ങ് വലിച്ചങ്ങ് പോരും ഇത് കേട്ട് നമ്മുടെ നീര് നല്ലോണം പേടിച്ചു പോകും അതിന് നമ്മുടെ സാധനം പറയാം പണ്ട് ഞാൻ അവരെ കേട്ടിട്ടുണ്ട് ഈ ഡിസ്ട്രോയിലെ മെമ്പേഴ്സ് വീക്കായിട്ടുള്ള ആൾക്കാർ അവരുടെ ടീമിലെ ആൾക്കാരാണെങ്കിൽ പോലും അവർ തോറ്റു കഴിഞ്ഞാൽ അവരെ അടിച്ച് ശരിയാക്കി അവരുടെ ടീമിനെ പുറത്താക്കുന്നു ഇപ്പം കണ്ടപ്പോൾ മനസ്സിലായ സത്യമാണ് എടാ കരുതേ നിർത്ത് നീ വീക്കായിട്ടുള്ളവരെ അടിച്ചിട്ടാണോ നീ വലിയ പവറുള്ള ആളാന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്യാങ്ങേ ഒരു തോൽവിയാണ് ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷ നിങ്ങളിൽ നിന്ന് എന്ത് ലെറ്റ് ഡൗൺ ആയിപ്പോയി അത് സാറാൻ പറയുന്നത് കേട്ടില്ല നമ്മുടെ ഡിസ്ട്രോയിൻ ഗ്യാങ്ങിനെ കുറിച്ചൊക്കെ കളിയാക്കുന്ന സാറേ അവനെ കൊല്ലു സാറേ വളരെ കുറേ 2 കഴുതകൾ വേറെ അതിൻ്റെ ആവശ്യമില്ലടാ പിന്നെ എപ്പോഴാണേലും എടുക്കാനുള്ളതല്ലേ അപ്പോൾ ഇത് മോനെ നിൻ്റെ മുടി എന്താടാ ഇങ്ങനെ എന്തുവാണേലും നീ എൻ്റെ തല കിടന്ന് പേരിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോഴത്തേന് ഇതൊക്കെ മതി എന്തായാലും നിൻ്റെ ഒന്നും മുഖം ഞാൻ മറക്കാൻ പോകുന്നില്ല അതിനുശേഷം അവിടെ നീഹര് നല്ലോണം വയലൻ്റ് ആവും നമ്മുടെ സാക്കുറടിയും ഗോച്ചാരോ ഇടും എടാ കഴുതകളെ നീയൊക്കെ എന്താ തുടങ്ങിയത് നിനക്കറിയാവോ നിങ്ങൾ ഒരു വാറ് തുടങ്ങി വെച്ച് എനിക്ക് ഉറപ്പാ അവനെ സാധനം പിടിച്ച് സമാധാനിപ്പിക്കും അവനെ പേടിക്കണ്ട എല്ലാം കഴിഞ്ഞു ഒന്നുമില്ല പൊട്ട ഒന്നുമില്ല അപ്പത്തിന് നമ്മുടെ ഇരാക്കി മരുന്ന് 5-6 റണ്ണം എടുത്ത് ഒറ്റയടിക്കുക വയലേക്ക് ഇടുന്നതാണ് ഇപ്പം ചോര ഉപ്പെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരാക്കി പറയാൻ തുടങ്ങുക ഇപ്പം മുട്ടിയ ആളെക്കുറിച്ച് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇപ്പം അറിയത്തില്ല കാരണം പുള്ളിക്കാരൻ വലിയ പുള്ളിയാണ് പുള്ളിക്കാരൻ്റെ സ്ഥലത്ത് പുള്ളിക്കാരൻ വലിയ കില്ലാടിയാണ് ഇങ്ങനെയാണെന്ന് അവർ കുറേ ഹൈപ്പ് പുള്ളിക്കാരൻ കൊടുക്കുന്നുണ്ട് 5th എപ്പിസോഡ് ഇറങ്ങിയല്ലോ അപ്പോൾ നമുക്കറിയാം ആടിയൊക്കെ എങ്ങനെയാണ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ചെയ്തു ഇനി അടുത്തായിരുന്നു അങ്ങനെ അവരെല്ലാം ടോപ്പിലേക്ക് വരും നമ്മുടെ സ്കൂളിൻ്റെ ടോപ്പിലേക്ക് ഫ്യൂറിലെ കാരണം നമ്മുടെ ഉമ്മിയാസായോടെല്ലാം റിപ്പോർട്ട് ചെയ്യണ്ടേ ഇങ്ങനെ ഒരു വാറ് തുടങ്ങി വെച്ചിട്ടുണ്ടെന്നും എല്ലാം അതിന് വേണ്ടി അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ 400 സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുന്നു ആൻഡ് ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 വീഡിയോയ്ക്ക് ഒരുമിച്ച് കോപ്പറേറ്റ് കിട്ടി എൻ്റെ ഏറ്റവും കൂടെ ഹിറ്റായതും വാച്ച് അവർ കിട്ടിയ ലൈക്ക് കിട്ടിയതും വ്യൂസ് കിട്ടിയതും വീഡിയോയ്ക്കും കോപ്പറേറ്റ് കിട്ടി ഞാൻ വിചാരിച്ചെല്ലാം കൊണ്ട് തകർന്നു ചാനൽ പോയി നിർത്തി വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ബട്ട് ഇന്ന് 400 കിട്ടിയത് കണ്ടപ്പോൾ നൈസ് എനിക്ക് തിരിച്ചുള്ള പവർ വന്നു ഞാൻ അപ്പം തന്നെ വീഡിയോ എടുത്ത് എഡിറ്റിങ് തുടങ്ങി ഇത് എങ്ങനെയെങ്കിലും എപ്പിസോഡ് 3 ഒന്ന് അപ്ലോഡ് ചെയ്ത് 3 ആണെന്ന് തോന്നുന്നത് 3 അപ്ലോഡ് ചെയ്ത് തീർക്കണമെന്നാണ് കാരണം ഇപ്പം തന്നെ എനിക്ക് 5 എഡിറ്റ് ചെയ്യേണ്ട സമയമായി കോപ്പിറൈറ്റ് കാണും എനിക്ക് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ട് സമയം കളയേണ്ടി വന്നു സോ ഇത് ഞാൻ തട്ടിക്കൂട്ടി പെട്ടെന്നൊന്ന് എഡിറ്റ് ചെയ്ത് വിട്ടുന്നേ ഉള്ളൂ സോ പല തെറ്റും കാണും ആൻഡ് വീട്ടിൽ രാവിലത്തെ സമയത്താണെങ്കിൽ വീട്ടിലെല്ലാം പണി നടക്കുന്നുണ്ട് രാവിലെ ഇത് കുറച്ച് എഡിറ്റ് ചെയ്തതും കൂടുതലും ഞാൻ എഡിറ്റ് ചെയ്യുന്നത് രാത്രി 12:30 തൊട്ട് 4 മണി വരെയാണ് സോ ഇതിലെന്തെങ്കിലും പോരാൻ വേണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ഞാൻ എപ്പിസോഡ് 3 അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുന്ന രീതി ഉള്ളതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്താൽ പെട്ടെന്ന് അങ്ങനെയൊന്നും നമുക്ക് തോറ്റെടുക്കാൻ പറ്റത്തില്ലല്ലോ സോ ദാറ്റ്സ് വൈ സോ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കുട്ടികൾക്കും വളരെ താങ്ക്സ് നന്ദി സോ വീഡിയോ മാക്സിമം ഷെയർ ലൈക്ക് ചെയ്യുക ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ഇടുന്നതിന് ഒറ്റ കാണുള്ള ബിക്കോസ് ഐ എം യുവർ എക്സ്പെർട്ട് മിസ്റ്റർ അനിമലു സൈനിങ് ഔട്ട് ബൈ ദ വേ വി ആർ ഔട്ട് ടു 500 സബ്സ്ക്രൈബേഴ്സ്